മക്കളൊക്കെ ഫോളോ അപ്പ് ചെയ്യണേ. ഈ കോളേജിലും ക്യാമ്പസിലൊക്കെ പഠിക്കുന്ന മക്കളെ അവർ എന്താ അവിടെ ചെയ്യണമെന്ന് ഇടയ്ക്കൊന്ന് പോയി നോക്കുക, അവരറിയാതെ ഒന്ന് പോയി നോക്കണം. എറണാകുളത്ത് പോയിരുന്നു. അവിടുത്തെ വലിയ വലിയ കോളേജുകളിൽ പഠിക്കുന്ന നമ്മുടെ മലബാർ ഭാഗത്തു നിന്ന് പർദ്ദക്കെട്ട അച്ചടക്കത്തിൽ വരുന്ന പെൺകുട്ടികൾ നല്ല അച്ചടക്കത്തിൽ വീട്ടിൽ കയറി പോരുമ്പോൾ നല്ല അച്ചടക്കത്തിൽ പർദ്ദയൊക്കെ ധരിച്ച് അന്തസ്സിൽ പാപ്പര ട്രെയിനിൽ റിസർവേഷൻ AC കോച്ച് എടുത്ത് പറഞ്ഞേക്കാം. എറണാകുളത്ത് എത്തി റൂമിലെത്തിക്കഴിഞ്ഞാൽ ആ പർദ്ദ അയച്ചു വെച്ചിട്ട് പിന്നെ ആ പർദ്ദ രണ്ടാമത് ഇടുന്നത് 6 മാസം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോഴാണ്. എന്നിട്ട് മറ്റു ഡ്രസ്സുകൾ ഇട്ടിട്ട് ചെക്കന്മാരുടെ കൂടെ ബൈക്കിൽ ചെത്തിപ്പൊളിച്ച് നടന്ന് എറണാകുളത്ത് നമ്മുടെ SKSFന്റെ പ്രവർത്തകർ പറഞ്ഞ മിസ്റ്റർ ഇതൊക്കെ മലബാറിന്റെ വരുന്ന പെൺകുട്ടികളാണ്. ഇപ്പോൾ ഈ പോണത് ചെക്കന്മാർ ഹിന്ദുക്കളാണ്. ഉമ്മി വാപ്പി ഇത് അറിയണില്ല. അവരുടെ കൂടെ കറങ്ങി തിരിഞ്ഞ് സർവ്വ തോന്നിവാസം ചെയ്തിട്ട് ഒരിക്കത്തും പർദ്ദയും മഫ്തൊക്കെ ധരിച്ച് നല്ല അന്തസ്സിന്റെ കുട്ടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഉമ്മ ഖിദ്മത്ത് ചെയ്യാൻ പോവാ. ഈ കുട്ടി സർവ്വ തോന്നിവാസം ചെയ്തിട്ടായി വന്നിരിക്കുന്നത്. നമ്മൾ അറിയുന്നില്ല. നമ്മുടെ മക്കൾ നാട് വിട്ട് കയറിപ്പോയാൽ എന്താ അവർ ചെയ്യുന്നത് ഒന്ന് ഫോളോ അപ്പ് ചെയ്യണം. നിങ്ങൾ അവരുടെ ഫീസ് അയക്കുന്നുണ്ടാവും, പൈസ അയച്ചു കൊടുക്കുന്നുണ്ടാവും. ഒന്ന് ചെന്ന് നോക്കി അവരുടെ ദീൻ ശരിയായിട്ടുണ്ടോ, അവർ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നുണ്ടോ, അച്ചടക്കം കിട്ടുന്നുണ്ടോ. ശരിക്കും ക്യാമ്പസുകൾ ഫോളോ അപ്പ് ചെയ്യണം. നിരന്തരമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യണം. അതുകൂടെ രക്ഷിതാക്കളുടെ ബാധ്യത. ഞങ്ങൾ ഫീസ് മാത്രം അടച്ചു കൊടുത്താൽ പോരാ. ഈ മക്കൾ ദീൻ എല്ലാം നഷ്ടപ്പെട്ടിട്ടായി വരുന്നത്. സർവ്വ ചാരിത്ര്യവും സർവ്വ അവരുടെ അഭിമാനമൊക്കെ നഷ്ടപ്പെടുത്തിയിട്ട് വരികയാണ് നമ്മുടെ മക്കളായി ചെയ്യുന്നത്. വലിയ സങ്കടമുണ്ട് ആ വിഷയത്തിൽ. അല്ലാഹു തആല നമ്മുടെ മക്കളൊക്കെ നന്നാക്കി തരട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. വലാ യസ്നൂൻ, വ്യഭിചാരം ചെയ്യാത്തവരാണ്, വ്യഭിചരിക്കാത്തവരാണ്. ഇന്നൽ ഐന ലതസ്നി, കണ്ണിന് വ്യഭിചാരമുണ്ട്. വസിനാഹൻ നദറു, കണ്ണ് ചെയ്യുന്ന വ്യഭിചാരം അരുതാത്തത് നോക്കലാണ്, കാണലാണ്. തന്റെ ഭാര്യയല്ലാത്ത ഒരു അന്യ പെണ്ണിലേക്ക് നോക്കുന്നത് കണ്ണുകൊണ്ട് ചെയ്യുന്ന വ്യഭിചാരമാണ്. വൽഉദുനു യസ്നി, ചെവിക്കും തസ്നി, ചെവികൾക്കും വ്യഭിചാരമുണ്ട്. വസിനാഹ അസ്സമാ, വ്യഭിചാരത്തിന്റെ കഥകൾ കേൾക്കുന്നത്, വ്യഭിചാരത്തെ തോന്നിപ്പിക്കുന്ന പാട്ടുകൾ കേൾക്കുന്നത്, അത്തരം ചർച്ചകൾ ശ്രദ്ധിക്കുന്നത്, അത്തരം ക്ലിപ്പുകൾ കേട്ട് ആസ്വദിക്കുന്നത് കാതുകൊണ്ട് ചെയ്യുന്ന വ്യഭിചാരമാണ്. വസിനൽ യദൈനി അൽബത്സു, കൈകൊണ്ട് ചെയ്യുന്ന വ്യഭിചാരം ഗ്രാബ് ചെയ്യലാണ്, പിടിക്കലാണ്, തൊടലാണ്, സ്പർശിക്കലാണ്. കാലുകൊണ്ട് വ്യഭിചാരമുണ്ട്. വ്യഭിചാരമുള്ളിടത്തേക്ക് നടന്നു പോകുന്നത് കാലുകൊണ്ട് ചെയ്യുന്ന വ്യഭിചാരം. ഖൽബ് കൊണ്ട് വ്യഭിചാരമുണ്ട്. അള്ളാഹു അനുവദിക്കാത്ത ഒരാളെ, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒരു അന്യ പുരുഷനെ മനസ്സുകൊണ്ട് പ്രേമിക്കുന്നത് തന്റെ നിക്കാഹ് ചെയ്ത ഭർത്താവല്ലാതെ, തന്റെ മഹറമായ തന്റെ തന്റെ അടുത്ത ബന്ധുക്കളെയല്ലാതെ അടുപ്പം കാണിക്കുന്നത്, ഭർത്താവിനെ സ്നേഹിക്കുന്ന പോലെ ഏതെങ്കിലും ഒരാളെ തന്റെ ബോയ് ഫ്രണ്ടാണെന്നോ വരാൻ പോകുന്ന തന്റെ ഫിയാൻസിയാണെന്നോ പറഞ്ഞ് പ്രേമിക്കുന്നത് ചെറുപ്പക്കാരികളെ ഖൽബ് കൊണ്ട് ചെയ്യുന്ന വ്യഭിചാരമാണ്. കണ്ണുകൊണ്ട് കൊതിച്ചത്, കാതുകൊണ്ട് കൊതിച്ചത്, മനസ്സുകൊണ്ട് കൊതിച്ചത് മനുഷ്യന്റെ ഗുഹ്യസ്ഥാനം ചിലപ്പോൾ ശരിവെക്കും. അപ്പോഴാണ് ശരീരം കൊണ്ട് ചെയ്യുന്ന വ്യഭിചാരം സംഭവിക്കുന്നത്. അല്ലെങ്കിൽ അള്ളാഹുവിനെ പേടിച്ചവർ പിന്മാറുന്നവരാണ്. സത്യവിശ്വാസികൾ കണ്ണും കാതും ശരീരവും സൂക്ഷിക്കുന്നവരാണ്. അള്ളാഹു അങ്ങനെ ചാരിത്രബോധമുള്ളവരായി നമ്മുടെ നാട്ടിലെ ആൺകുട്ടികളെയും പെൺമക്കളെയും ചെറുപ്പക്കാരെയും വലിയവരെയും ഒക്കെ അള്ളാഹു മാറ്റിത്തരട്ടെ. അള്ളാഹു നമ്മയൊക്കെ ശുദ്ധിയാക്കി തരട്ടെ. ഖൽബ് കൊണ്ട് സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനെ, ഖൽബ് കൊണ്ട് സ്നേഹിക്കേണ്ടത് മുത്ത റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു അനുവദിച്ച രീതിയിൽ ഒരു ഭർത്താവിന് ലഭിക്കുന്നവരെ പെണ്ണ് വൽയസ്തഅഫിഫില്ലദീന ലാ യജിദൂന നികാഹൻ ഹത്താ യുഗ്നിയഹുമുല്ലാഹു മിൻ ഫദ്ലി. വ്യഭിചരിക്കാൻ പോകുകയല്ല വേണ്ടത്. നിക്കാഹ് ചെയ്യാത്ത ആളുകൾ അല്ലാഹു തആല നിക്കാഹ് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി തരുന്നത് വരെ ക്ഷമിക്കണം. വൽയസ്തഅഫിഫ് എന്ന് പറഞ്ഞാൽ ഇഫ്ഫത്തിന്റെ വഴി തേടിപ്പോകണമെന്നാണ്. എങ്ങനെയാണ് ശരീരം സൂക്ഷിക്കേണ്ടത് എന്ന് പഠിച്ചിട്ട് ശരീരം സൂക്ഷിക്കാനുള്ള വഴികൾ, കണ്ണ് സൂക്ഷിക്കാനുള്ള വഴികൾ, മൊബൈൽ കണക്ഷനുകൾ, മൊബൈൽ ഫോണിന്റെ വിളികൾ, വാട്സപ്പിന്റെ കണക്ഷനുകൾ, ഇതൊക്കെ ഹറാമിലേക്ക് പോകുന്ന വഴികളെ വെട്ടിച്ചുരുക്കി തടഞ്ഞു വെച്ച് ഇഫ്ഫത്തിന്റെ വഴികൾ കല്യാണം കഴിക്കാത്തവർ മുഴുവനും അന്വേഷിക്കണേ എന്ന് പരിശുദ്ധ ഖുർആൻ.
വല്യസ്തഅഫിഫ് അല്ലദീന ലാ യജിദൂന നികാഹൻ ഹത്താ യുഗ്നിയഹുമുല്ലാഹു മിൻ ഫദ്ലിഹി. അല്ലാഹുവിന്റെ ഔദാര്യം വരാൻ പോകുന്നുണ്ട്. ശരീരം സൂക്ഷിച്ചാൽ സത്യവിശ്വാസികൾ അങ്ങനെ സൂക്ഷിക്കേണ്ടവരാണ്. നമ്മുടെ വീടുകളിൽ വ്യഭിചാരം നടക്കാത്തതായി നമ്മുടെ സ്കൂളിൽ പോകുന്ന മക്കള്, കോളേജിൽ പോകുന്ന മക്കള്, ഹോസ്റ്റലുകൾ താമസിച്ച് പഠിക്കുന്നവർ, കറങ്ങാൻ പോകുന്നവർ, ടൂർ പോകുന്നവർ ഒരു വേള അള്ളാഹുവിനെ മറക്കുകയും അള്ളാഹുവിനെ പറ്റി ബോധമില്ലാതെയാവുകയും മദ്യപിക്കുകയും വ്യഭിചരിക്കുകയും ചെയ്ത് നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ അറിയുന്നുണ്ടോ വൻപാപങ്ങളിൽപ്പെട്ട പാപങ്ങൾ ചെയ്ത് കയറി വരുന്ന മോളാണിതെന്ന്, വൻപാപങ്ങൾ ചെയ്തു വരുന്ന മോനാണിതെന്ന്. നമ്മുടെ മക്കളാണ്. ഇവിടെ നിന്ന് ട്രെയിൻ കയറിയിട്ട് കണ്ണൂരിന്നോ തലശ്ശേരിന്നോ ട്രെയിൻ കയറ്റിയിട്ട് നമ്മൾ എറണാകുളത്തേക്കോ ട്രിവാൻഡ്രത്തേക്കോ മംഗലാപുരത്തേക്കോ ബാംഗ്ലൂരിലേക്കോ പഠിക്കാൻ വിട്ട് അച്ചടക്കത്തിൽ നല്ല പർദ്ദ ധരിച്ച് തലമറച്ച് മുഖം മറച്ച് ശരീരം മറച്ച് ജീവിക്കുന്ന നമ്മുടെ മക്കളാണ്, പെൺകുട്ടികളാണ്. നമ്മുടെ നാടിന്റെ പരിധികൾ കഴിഞ്ഞു പോയാൽ, സ്റ്റേറ്റിന്റെ ബോർഡർ കഴിഞ്ഞു പോയാൽ, അന്യ നഗരങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അള്ളാഹുവിനെ ഭയപ്പെടാതിരിക്കുകയും തന്റെ ഹിജാബ് പിച്ചിച്ച് കളയുകയും ഇഷ്ടമുള്ള വേഷം ധരിച്ച് ടീഷർട്ടും ജീൻസും ധരിച്ച് നമ്മുടെ പെൺകുട്ടികൾ അവരുടെ ഔറത്തുകൾ മുഴുവനും വെളിവാക്കി അന്യ ചെറുക്കന്മാരുടെ തോളിൽ കൈവച്ചുകൊണ്ട് കാറിലും ബൈക്കിലും കറങ്ങി നടക്കുന്ന കാഴ്ചകൾ നമ്മളെങ്ങാനും കണ്ടാൽ ഞെട്ടിപ്പോയില്ലേ? എത്ര സംഭവങ്ങളാണ് മലബാറിന്റെ മേഖലകളിൽ നിന്ന് നമ്മുടെ മക്കളിൽ സംഭവിക്കുന്ന എത്രയോ ഗുരുതരമായ തെറ്റുകള്. തിരിച്ചു വരുമ്പോ പറന്നിട്ട് വരുന്നുണ്ട്, പോകുമ്പോ പറന്നുണ്ട്. ഇതിന്റെ ഇടയിൽ നടക്കുന്നത് വീശു കൊടുക്കുന്ന വാപ്പറഞ്ഞിട്ടില്ല. മക്കൾ പഠിച്ചു വരികയാണെന്നവരെ സ്വീകരിച്ച് മക്കൾക്ക് വേണ്ട എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്ന, മക്കൾക്ക് വേണ്ടി ജീവൻ കളയുന്ന ഉമ്മാക്കറിയുമോ തന്റെ മോള് തന്റെ ചാരിത്രമെന്ന ഏറ്റവും വലിയ ആഭരണം വിറ്റ് കഴിഞ്ഞിട്ടാണ് ഈ വന്നിരിക്കുന്നത് എന്ന്. അല്ലാഹു നമ്മുടെ മക്കളെ കാക്കുമാറാകട്ടെ.